അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹ 7-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതായത് നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായവരുടെ പാതയല്ല, വലദ്ദാല്ലീൻ, പിഴച്ചുപോയവരുടെ പാതയിലും അല്ല. ദിനേനെ 17 തവണ നിർബന്ധമായും മറ്റനേകം സന്ദർഭങ്ങളിൽ ഐച്ഛികമായും വിശ്വാസികൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇതിൽ പ്രത്യേകമായി ഒരു കാര്യം മാത്രമാണ് നാം അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കണേ. നയിക്കണേ എന്ന് പറഞ്ഞാൽ ആ പാതയിൽ ഞങ്ങളെ നിലനിർത്തണേ എന്നർത്ഥം. അപ്പോ ഈ വിഷയം അത്രയും പ്രാധാന്യമുള്ളതാണ്. സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് ലഭിക്കുക, മരണം വരെ അത് നിലനിൽക്കുക എന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ച് തന്നതാണ് അല്ലാഹുവിലേക്കുള്ള ശരിയായ പാത, സിറാത്തുൽ മുസ്തഖീം. ഇസ്ലാമിലെ എല്ലാ സംഘടനകളും ക്ഷണിക്കുന്നത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 73 ശാഖകളായി പിരിയും, 73 വിഭാഗങ്ങളായി പിരിയും. കുല്ലുഹും ഫിന്നാർ, അവയെല്ലാം നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. അപ്പൊ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴി ഏത് എന്നതിന് കുറച്ചുകൂടെ വ്യക്തത ആവശ്യമാണ്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബികളും നിലനിന്ന വഴി, കാണിച്ചു തന്ന വഴി, അതാണ് അസ്റാത്തുൽ മുസ്തഖീം എന്നാണ് ഹദീസിൽ നൽകിയ വിശദീകരണം. ആമിനൂ കമാ ആമനന്നാസ്, സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. കാരണം ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വഴി നേരിട്ട് കണ്ടും കേട്ടും അറിഞ്ഞവരാണ് സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന സഹാബികളുടെ ജീവിതമാണ് അസ്റാത്തുൽ മുസ്തഖീം. ഈ പൂർവിക പാതയിലേക്ക് നയിക്കണേ എന്നാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിന്റെ അർത്ഥം. ഇത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അതിന്റെ തുടർച്ചയായി സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവർ? ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഹാന്മാരായ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ, ഇവരൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ പാരമ്പര്യ ഇസ്ലാമാണ് അസ്റാത്തുൽ മുസ്തഖീം, അല്ലാഹുവിലേക്കുള്ള ശരിയായ വഴി. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവിന്റെ കോപം ലഭിച്ചവരുടേതും, വലദ്ദാല്ലീൻ, വഴി പിഴച്ചവരുടേതുമല്ല. ഈ വിഭാഗത്തിൻ്റെതല്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ വഴിയിലൂടെ ആ വഴിയിൽ ഞങ്ങളെ നിലനിർത്തണേ എന്നാണ് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا. മക്കയിലെ അവിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ സ്വീകരിക്കൂ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കൂ എന്നവരോട് പറഞ്ഞാൽ അവര് പറയും, ഞങ്ങളുടെ പൂർവിക പിതാക്കൾ അവർക്ക് ഉണ്ടായിരുന്ന മാർഗത്തിലാണ്, അതിനെ മാത്രമാണ് ഞങ്ങൾ പിന്തുടരുന്നത്.
അതിനെ മാത്രമേ ഞങ്ങൾ പിന്തുടരുകയുള്ളൂ. ഇതിന് സമാനമായ ധാരാളം ആയത്തുകളുണ്ട്. അപ്പൊ അവരും പറയുന്നത്, മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളും പറഞ്ഞിരുന്നത് ഞങ്ങൾ പൂർവികരുടെ പാതയിലാണ് എന്നാണ്. പക്ഷേ ഖുർആൻ അത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇവിടെ പൂർവികരുടെ പാത അതാണ് ശരിയെന്നും അത് പിന്തുടരണം എന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? ഇതിന്റെ മറുപടിയായി വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ വെക്കുന്നത്, ചിന്താശേഷിയും അറിവുമില്ലാത്ത പൂർവികരെ പിന്തുടരുന്നതാണ് തെറ്റ്. പൂർവികരായ സലഫ് സാലിഹീങ്ങളെ പിന്തുടരരുത് എന്ന അർത്ഥത്തിലല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ പൂർവ്വ പിതാക്കന്മാർ ചിന്താശേഷിയില്ലാത്തവരും സന്മാർഗമില്ലാത്തവരും ആണെങ്കിലും അവരെ പിന്തുടരുന്നു എന്നാണോ അവർ പറയുന്നത്? അതൊരിക്കലും ശരിയല്ല. അവരുടെ പൂർവികർ ചിന്താശേഷിയുള്ളവരോ സന്മാർഗം ലഭിച്ചവരോ ആയിരുന്നില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ പൂർവികർ ഒന്നും അറിയാത്തവരും മതപരമായ വിജ്ഞാനം ഇല്ലാത്തവരും സന്മാർഗം ലഭിക്കാത്തവരുമാണെങ്കിലും അവരെ പിന്തുടരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് ശരിയല്ല. അപ്പോ ഇവിടെ അവരെ പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അവർ ചിന്താശേഷിയോ വിവരമോ ഇല്ലാത്തവരായതുകൊണ്ടാണ്, സന്മാർഗമില്ലാത്തവരായതുകൊണ്ടാണ്. എന്നാൽ നമ്മെക്കാൾ അറിവും സൂക്ഷ്മതയുമുള്ളവരാണ് നമ്മുടെ പൂർവികരായ സലഫ് സാലിഹീങ്ങൾ. അവരൊക്കെ നരകത്തിലാണ് എന്ന് പറയുന്നത് തികഞ്ഞ അജ്ഞതയും ധിക്കാരവുമാണ്. നമ്മെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനവും സൂക്ഷ്മതയും ഉള്ളവരാണ് നമ്മുടെ പൂർവികരായ ആളുകൾ. ഖൈറുൽ ഖുറൂനി ഖർനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല സമുദായം എന്റെ സമുദായമാണ്, സഹാബികളുടെ കാലഘട്ടമാണ്. പിന്നീട് അവർക്ക് ശേഷം വരുന്നവരുടെ കാലഘട്ടമാണ്, പിന്നീട് അവർക്ക് ശേഷം വരുന്നവരുടെ കാലഘട്ടമാണ്. ഇങ്ങനെ നൂറ്റാണ്ടുകൾ കഴിയുന്തോറും വിജ്ഞാനവും അതുപോലെ സൂക്ഷ്മതയും ഒക്കെ കുറഞ്ഞു വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടും നാം പിന്തുടരേണ്ടത് നമ്മുടെ പൂർവികരായ, നമ്മെക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യവും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമ്മെക്കാൾ കൂടുതൽ പഠിച്ചവരുമായ മഹാന്മാരായ സഹാബികളുടെയും താബിഈങ്ങളുടെയും തബഉ താബിഈകളുടെയും വഴിയാണ്. ആ വഴിയിൽ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കാൻ സഹായിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, സ്വാദാണ് സിറാത്ത. അതുപോലെ സ്വാദിന്റെ കസ്റയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിറാത്ത, സിറാത്ത, അത് മൂന്നും വലിയ അക്ഷരങ്ങളാണ്. അതായത് മുഴക്കി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്, തഫ്ഹീമോടുകൂടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. സിറാത്തല്ലദീന, സിറാത്തല്ലദീന. അല്ലദീന എന്നതിലെ ദാല്, അത് നാവ് പല്ലിന്റെ പുറത്തേക്കിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സിറാത്തല്ലസീന എന്ന് വായിക്കരുത്, സിറാത്തല്ലദീന എന്ന് ദാലും വായിക്കരുത്. സിറാത്തല്ലദീന, സിറാത്തല്ലദീന അൻഅംത, അൻഅംത, അൻഅംത അലൈഹിം. അൻഅംത എന്ന് വായിക്കരുത്, അൻഅംത. അൻഅംത എന്ന് ഹംസയല്ല, അൻഅംത എന്നല്ല, അൻഅംത, അൻഅംത, അൻഅംത അലൈഹിം, അൻഅംത അലൈഹിം, അലൈഹിം, അൻഅംത അലൈഹിം എന്ന് വായിക്കരുത്, അൻഅംത അലൈഹിം. ഗൈരിൽ, ഗൈരി എന്ന് ഒകാരം വരരുത്, ഒകാരം പാടില്ല. ഗൈരി, ഗൈരിൽ ഫത്ഹയാണുള്ളത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം. ഗൈനിന്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞിരുന്നു, അത് ആ സ്ഥലത്ത് നിന്ന് തന്നെ ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഗൈരിൽ മഗ്ദൂബി, മഗ്ദൂബി, ലാദ്. ഈ ലാദ് ഒരുപാട് ഭാഷകളിൽ ഇല്ലാത്ത അക്ഷരമാണ്, ഒരുപക്ഷെ അറബിയിൽ മാത്രം ഉണ്ടാകുന്ന അക്ഷരമാണ്. ഗൈരിൽ മഗ്ദൂബി, അത് നാവിന്റെ സൈഡ് ഏതെങ്കിലും
ഒരു ഭാഗത്തുള്ള, അതായത് വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ ഉള്ള അണപ്പല്ലുകളോട് ചേർത്തുകൊണ്ടാണ് ബാദ് പറയേണ്ടത്. ഗൈരിൽ മഗ്ദൂബ്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അലൈഹിം, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വലദ്ദാ, ആ ബാദും നേരത്തെ പറഞ്ഞതുപോലെ നാവിന്റെ സൈഡ് അണപ്പല്ലുകളോട് ചേർത്തുകൊണ്ട് പറയണം. നാവ് പല്ലിന്റെ പുറത്തേക്കിട്ട് വലല്ല എന്ന് പറയരുത്. വലല്ല എന്നല്ല, വലദ്ദാ, വലദ്ദാല്ലീൻ. അവിടെ കുറച്ച് അധികമായി നമ്മൾ നീട്ടുകയും വേണം, കാരണം അവിടെ മദ് ലാസിം. ഇൻഷാ അല്ലാഹ് മദ്ദുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. അത് ലാസിമായ മദ്ദാണ്. വലദ്ദാല്ലീൻ. അതുപോലെ വലദ്ദാല്ലി, ലാമിന് ശബ്ദുണ്ട്. 2 ലാം ഉച്ചരിക്കുന്നത് ആ രൂപത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. എന്നാൽ അമിതമായി നമ്മൾ കൂടുതൽ പ്രസ് ചെയ്ത് ഉച്ചരിക്കരുത്. വലദ്ദാല്ലി എന്ന് കുറെ ലാമ വരുന്ന രൂപത്തിൽ നമ്മൾ പറയരുത്. വലദ്ദാല്ലീൻ. ആമീൻ, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ആമീൻ, ആമീൻ എന്നല്ല, ആമീൻ. ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ എന്നാണ് ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ബർക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുമാറാകട്ടെ, സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മറ്റു മുഴുവൻ പ്രവർത്തനങ്ങളിലും അല്ലാഹു നൽകിയ എല്ലാ നിഅമത്തുകളിലും അല്ലാഹു വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും, അതുപോലെ രോഗങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും അതൊക്കെ അല്ലാഹു നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. اللهم اجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وجلاء أحزاننا وذهاب همومنا وغمومنا. اللهم اغفر لنا ولوالدينا ولأساتذتنا ولمشائخنا ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين.